ചോദിക്കുമ്പോൾ സെറാമിക് ഓടാണോ നാടൻ ഓടാണോ ലാഭം? നമുക്കിതൊന്ന് വിലയിരുത്താം. ഒന്ന്, ഇതിൻ്റെ കവറേജ് ഏരിയ, അതായത് ഒരു ഓട് കൊണ്ട് എത്ര ഏരിയ നമ്മുടെ റൂഫിൽ കവർ ആകുന്നു. അതായത് സെറാമിക് ഓടിന് ഏകദേശം 1 സ്ക്വയർ ഫീറ്റോളം ഏരിയ റൂഫിങ്ങിൽ കവർ ആകുമ്പോൾ നാടനോട് ഏകദേശം 1.5 ഓടുണ്ടെങ്കിൽ മാത്രമേ 1 സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ആവുള്ളൂ. അതായത് 1.5 ഓടിൻ്റെ വില നാടനോടിന് മുടക്കുമ്പോൾ 1 ഓടിൻ്റെ വില നമുക്ക് സെറാമിക് ഓടിന് മുടക്കിയാൽ മതി. 2, നമ്മൾ ഏത് ഫിനിഷിലാണ് നമ്മുടെ റൂഫ് നിർത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സെറാമിക് ഓടിനെ സംബന്ധിക്കുന്നത് എല്ലാവർക്കും അറിയാം, അത് ഓൾറെഡി വിവിധങ്ങളായ കളറുകളിൽ ഓൾറെഡി പെയിന്റഡ് ഫിനിഷിലാണ് ആ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ ഇത് ലേ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ മേളിൽ ഒരു അഡീഷണൽ കോസ്റ്റ് പെയിന്റിങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും വരുന്നില്ല. അതേസമയം നാടനോട് നമ്മൾ വിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒരു പർട്ടിക്കുലർ കളറിലേക്കോ അല്ലെങ്കിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്ചറിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേളിൽ റീപെയിന്റിങ് പോലത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം അത് പിന്നീട് പെയിന്റ് ചെയ്യുന്നതിനുള്ള മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും ആവാൻ സാധ്യതയുണ്ട്. തന്നെയല്ല, ഒരു 5 വർഷം 6 വർഷം കൂടുമ്പോൾ ഈ പെയിന്റ് മങ്ങുവാനായിട്ടും പിന്നീട് റീപെയിന്റിങ്ങിന് നമ്മൾ പിന്നീട് പോകുമ്പം അതും അഡീഷണൽ ആയിട്ട് പിന്നെ ഒരു കോസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അതല്ല, നിങ്ങൾ നാടനോടാണ് വിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ മേളിൽ നിങ്ങൾ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ നാച്ചുറൽ ആയിട്ട് വെതർ ചെയ്യാൻ വിടുന്നു, അതിനെ ആ ഒരു പഴയ നാടനോടുകളുടെ ആ ഒരു പായൽ പിടിച്ച ആ ഒരു വെതേർഡ് രീതിക്ക് തന്നെയാണ് നിങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നാടനോട് ലാഭമാണ്. അഥവാ പെയിന്റ് അടിക്കാനാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ലാഭകരമായിരിക്കില്ല നാടനോട് വിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓടിൻ്റെ വില പോയി ചോദിക്കുമ്പോൾ നാടനോടിന് എന്താണ് വില, സെറാമിക് ഓടിന് എന്താണ് വില എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ അതിൻ്റെ കോസ്റ്റിൽ ലാഭമോ നഷ്ടമോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അത് എത്ര കവറേജ് ഏരിയ കവർ ചെയ്യുന്നു, അതുപോലെ തന്നെ അത് ഏത് ഫിനിഷിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് വിരിക്കുമ്പോൾ വരുന്നത്, അതിൻ്റെ ടോട്ടൽ ലേബർ എക്സ്പെൻസ് എന്തെല്ലാം ആവും, ഇതിനെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ മാത്രമേ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും.